15 വർഷത്തിനൊടുവിൽ റയലിനെതിരെ ഒരു ജയം. കോൺഫറൻസ് ലീഗിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പോരാട്ടത്തിൽ സജീവമാകൽ. ഇഞ്ചുറി ടൈമായി റഫറി അനുവദിച്ച 5 മിനിറ്റിൽ റയലിനെ പൂട്ടിയിടാൻ ഒസാസുനക്ക് കാരണമേറെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവരതിൽ വിജയിച്ചപ്പോൾ അങ്ങ് ബാർസലോണയിൽ ഹാൻസി ഫ്ലിക്കിന്റെ കറ്റാലൻ സംഘം ഉള്ളറിഞ്ഞൊന്ന് ചിരിച്ചു കാണണം. കാരണം 6 ദിവസം മുമ്പ് തങ്ങൾ കൈവിട്ട 1-ാം സ്ഥാനം വീണ്ടെടുക്കാൻ വീണ്ടും ഒരവസരം അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നു. 2 തുടർ തോൽവികളിൽ തകർന്നെറിഞ്ഞ ടീമിന്റെ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാനുള്ള ഒരവസരം. ജിറോണക്കെതിരെ 11-ൽ നിന്നും 3 മാറ്റങ്ങളുമായാണ് ഹാൻസി ഫ്ലിക്ക് തന്റെ 11 ഇറക്കിയത്. പാവ് കുബാർസി, ഫെർമിൻ ലോപ്പസ്, ഫെറാൻ ടോറസ് എന്നിവർക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ജാവോ കാൻസലോ, മാർക്ക് ബെർണാൾ, ലെവൻഡോസ്കി എന്നിവർ 11-ൽ ഇടം പിടിച്ചു. കിട്ടിയ അവസരം മുതലെടുക്കാൻ ബെർണാളിന് വേണ്ടി വന്നത് 4 മിനിറ്റാണ്. ഇടത് വിങ്ങിൽ നിന്ന് എറിഗാർച്ചി നീട്ടി നൽകിയ പന്തിനെ പോസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ട താരം തന്റെ അവസാന 3 മത്സരങ്ങളിൽ നിന്നുള്ള ഗോൾ നേട്ടം 2 ഉയർത്തി. 2 മിനിറ്റിന്റെ ഇടവേളയിൽ റഫീനയ്ക്കും ലെവൻഡോസ്കിക്കും ഗോൾ അവസരം തുറന്നു കിട്ടിയെങ്കിലും ലവാന്റെ കീപ്പർ മാത്യു റയാന്റെ ഇടപെടൽ വിനയായി. പക്ഷേ 31-ാം മിനിറ്റിൽ കാൻസലോയുടെ പാസിനെ ഡിയോങ് വലയിലേക്ക് വഴിതിരിച്ചിടുമ്പോൾ മാത്യു റയാന് നോക്കി നിൽക്കാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. 81-ാം മിനിറ്റിൽ യമാലിന്റെ പാസ് സ്വീകരിച്ച് ഫെർമീൻ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ ലെവന്റെ വല കുലുക്കുമ്പോൾ 1-ാം സ്ഥാനത്തേക്കുള്ള ബാർസയുടെ മടങ്ങിവരവ് ആധികാരികമായി. ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ അധ്വാനിച്ച ജാവോ കാൻസലോയാണ് മത്സരത്തിലെ താരമായത്. എങ്കിലും 100% പാസിംഗ് ആക്യുറസിയുമായി മിഡ്ഫീൽഡിൽ നിറഞ്ഞു കളിച്ച ബെർണാൾ താനും എന്തിനും പോന്ന ഒരുവനാണെന്ന് അടിവരയിട്ട് തെളിയിച്ചു. 7 മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പെഡ്രി മടങ്ങിയെത്തതും ജോവാൻ ഗാർഷ്യക്ക് വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ് ലഭിച്ചതുമടക്കം ബാർസക്ക് ഈ മത്സരത്തിൽ സന്തോഷിക്കാൻ കാരണങ്ങളേറെയാണ്.